സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. കേരള സംസ്ഥാനം രൂപീകൃതമായ കാലം തൊട്ട് തിരുവനന്തപുരം കഴിഞ്ഞാൽ തീരദേശ മേഖലയായ കൊല്ലം ജില്ലയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. പത്തനാപുരം, കൊട്ടാരക്കര എന്നീ മണ്ഡലങ്ങൾ എന്നും തലസ്ഥാനത്ത് ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോഴത്തെ MLA-യും മന്ത്രിയുമായ KB ഗണേഷ് കുമാറിന്റെ അച്ഛൻ R ബാലകൃഷ്ണപിള്ള അടക്കി വാണിരുന്ന മണ്ഡലമായിരുന്നു കൊട്ടാരക്കരയും പത്തനാപുരവും. കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടമെന്ന് തന്നെ പറയേണ്ടി വരും. അക്കാലത്ത് കേരള കോൺഗ്രസ് B എന്നും UDF-നോടൊപ്പമായിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെ അറസ്റ്റും മരണത്തിനും ശേഷം ഗണേഷ് കുമാർ UDF-നോട് അകലം പാലിച്ച് LDF-നോട് മൃദു സമീപനം സ്വീകരിക്കുകയായിരുന്നു. അതിന്റെ അനന്തഫലമായാണ് ഗണേഷിന് ലഭിച്ചിട്ടുള്ള മന്ത്രി കസേര. MA ബേബിയുടെ മണ്ഡലമായിരുന്ന കുണ്ടറ കഴിഞ്ഞ തവണ കോൺഗ്രസിലെ PC വിഷ്ണുനാഥ് കീഴടക്കി. തീരദേശ മേഖല LDF-നോട് അടുത്തു നിന്നിരുന്ന കാലം കഴിഞ്ഞുവെന്നാണ് രാഷ്ട്രീയ നേതാക്കൾ കണക്കുകൂട്ടുന്നത്. ചുവന്ന കൊടി പാറിപ്പറന്ന തീരദേശ മേഖലകളിൽ കൈപ്പത്തി ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞു. കരുനാഗപ്പള്ളിയും കോൺഗ്രസ് ആധിപത്യമുള്ള മണ്ഡലമാണ്. കൊല്ലം ജില്ലയിലെ LDF-ന്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. ഇതിനെ പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പല പ്രശ്നങ്ങളിലും സജീവമായി നിൽക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. വിസ്മയ കേസ്, ഉത്ര കേസ് എന്നിവയിൽ കോൺഗ്രസ് കാര്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. യുവ നേതൃനിര തന്നെ കൊല്ലം ആസ്ഥാനമായ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. PC വിഷ്ണുനാഥിനെ മുന്നിൽ നിർത്തി 2026-ലെ അംഗത്തിനിറങ്ങാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. ഇതിന്റെ ചരടുവലികൾ പിന്നണിയിൽ നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലെ വീഴ്ച പരിഹരിച്ച് നേതൃത്വം മുന്നോട്ടു പോകും. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അടക്കം തലസ്ഥാനത്ത് വിളിച്ചു വരുത്തി മുതിർന്ന നേതാക്കൾ ക്ലാസുകൾ എടുത്തു തുടങ്ങി. 2026 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൊല്ലം ജില്ലയിലെ പല സീറ്റുകളും ഉന്നമിക്കുന്നുണ്ട്. അവ പിടിച്ചെടുക്കാൻ UDF-ന് സാധിക്കുമെന്നാണ് പിന്നാമ്പുറ സംസാരം. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.